ഹായ് ഹലോ, ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഞണ്ട് കറി റെസിപ്പി ആയാലോ? അത്യാവശ്യം ചെറിയ ഞണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ കുറച്ച് കരിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുകി വെച്ചിരുന്ന ഞണ്ടിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി അതിലോട്ട് ആവശ്യത്തിന് കല്ലുപ്പ്, കുറച്ച് കരിവേപ്പില, എന്നിട്ട് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷമാണ് അരിഞ്ഞു വെച്ച കുറച്ച് പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അടച്ച് വെച്ചാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും അടച്ച് വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ഞണ്ട് കറി വെക്കുന്നത്? നിങ്ങൾക്ക് ഞണ്ട് കറി ഇഷ്ടമാണോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റാണ് ഈ ഞണ്ട് കറി. ഈ ഞണ്ട്, ചിപ്പി, കൊഞ്ച് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് മീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലിന്ന് നല്ല കപ്പ ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കപ്പയും ഞണ്ട് കറിയും പിന്നെ അച്ചാറും വെച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അച്ചാർ പിന്നെ എന്തിൻ്റെ കൂടെയും കഴിക്കും. എൻ്റെ ഫേവറേറ്റാണ് അച്ചാറും. അപ്പോൾ ഈ ഞണ്ട് റെസിപ്പി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.